നമസ്കാരം. ഒരിക്കൽ രാജുമോൻ എന്നോട് ചോദിച്ചു, അങ്കിളിൻ്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, രാജാവാണെന്ന്. ചെങ്കോലും കിരീടവുമുള്ള ഒരു രാജാവ്. രാജാവിൻ്റെ മകനിൽ മോഹൻലാലിൻ്റെ വിൻസെൻ്റ് ഗോമസ് പറയുന്ന ഒരു ഡയലോഗാണിത്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു രാജുമോൻ ലാലേട്ടനോട് പറഞ്ഞു, ഈ സിനിമയിൽ എനിക്ക് 5 ഹെലികോപ്റ്ററെങ്കിലും വേണം ലാലേട്ട. ഉടൻ ലാലേട്ടൻ ആൻ്റണിയോട് പറഞ്ഞു, രാജുമോൻ പറഞ്ഞതെല്ലാം ശരിയാക്കി കൊടുക്കൂ. ഇപ്പോഴറിയുന്നു, സിനിമയിൽ പറന്ന ഹെലികോപ്റ്ററൊക്കെ പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ നിന്നും വാങ്ങിയ പലക കൊണ്ട് കലാസംവിധായകൻ ഒരുക്കിയതാണെന്ന്. ഷൂട്ടിംഗ് കഴിഞ്ഞതോടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഗോഡൗണിൽ തള്ളിയിട്ടുണ്ട് ആ കോപ്റ്റർ. അപ്പോൾ പിന്നെ എന്തിനാണ് 5 ഹെലികോപ്റ്റർ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചപ്പോൾ ലാലേട്ടൻ അത് സമ്മതിച്ചുവെന്ന് രാജു ഗീർവാണം തള്ളിയത്. മലയാളത്തിലെ പ്രമുഖ സംവിധായകരൊക്കെ മുമ്പിലിരിക്കുമ്പോഴാണ് രാജുവിൻ്റെ ഈ ഡീക്കടി എന്നോർക്കണം. സിനിമ ഇറങ്ങിയതിൻ്റെ 2-ാം ദിവസം ക്യാമറാമാനും കലാസംവിധായകനും കൂടി ക്ലബ് FM കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. സിനിമ കണ്ടാൽ തോന്നും ഇവർ ഇറാഖിലും പോയി ഷൂട്ട് ചെയ്തുവെന്ന്. ഇറാഖിനെ ചെന്നൈയിൽ സെറ്റിട്ട് ഉണ്ടാക്കിയതാണ് പോലും. പാൻ ഇന്ത്യൻ സംവിധായകനാകാൻ കൊതിച്ച പൃഥ്വിരാജ് ചെവിയിൽ പഞ്ഞി തിരുകി വാലിന് തീ പിടിച്ച് ഓടുകയാണിപ്പോൾ. വെറുതെയല്ല സിനിമ കണ്ടിറങ്ങിയ മോഹൻലാലിൻ്റെ മുഖത്ത് രക്തമയമോ പ്രസരിപ്പോ ഇല്ലാതെ പോയത്. രാജുമോൻ ഉണ്ടാക്കി വച്ച ചരക്ക് തൻ്റെ അന്ത്യം കുറിക്കുന്നതാണ് എന്നും നാട്ടിൽ കലാപമുണ്ടാക്കാൻ വഴിമരുന്നിടുന്നതാണെന്നും അപ്പോൾ മാത്രമാണ് ലാലേട്ടന് മനസ്സിലായത്. രാജ്യങ്ങൾ കാണാൻ പൃഥ്വിരാജ് സെറ്റിട്ട് കാണിക്കേണ്ട കാര്യമില്ല. അതിനാണെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം പരിപാടിയുടെ CD കണ്ടാൽ പോരെ. ലൈക്ക ഒന്നും കാണാതെയല്ല സിനിമ ഗോപാലൻ കൊച്ചാട്ടന് വിറ്റ് തടി തപ്പിയത്. റിലീസിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ ലാലിൻ്റെയും രാജുവിൻ്റെയും കൈകൾ നടുക്കുനിന്നുയർത്തിയിട്ട് ഗോപാലൻ കൊച്ചാട്ടൻ പറഞ്ഞത്, അവർ പ്രയാസപ്പെടാൻ പാടില്ല, അതിനാണ് ഞാൻ സഹായിച്ചത് എന്നായിരുന്നു. ഇപ്പോൾ 3 പേർക്കും സന്തോഷമായി എന്ന് കരുതുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി കൈപിടിച്ചു പൊക്കിയ ഇടത് സ്ഥാനാർത്ഥികളുടെ അവസ്ഥയായിപ്പോയി ഗോപാലൻ ചേട്ടൻ കൈപിടിച്ചു പൊക്കിയ ലാലിനും രാജുവിനും. സിനിമ വിവാദമായതോടെ ഇതൊന്ന് വെട്ടിയെരിഞ്ഞ് തായോ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഗോപാലേട്ടൻ സെൻസർ ബോർഡിനെ സമീപിക്കേണ്ടി വന്നു. ഒരു പ്രിവ്യൂ പോലും നടത്താതെ, അഭിനയിച്ച നായകനെയോ നിർമ്മാതാവിനെയോ സിനിമ കാണിക്കാതെ നേരെ സിനിമ പ്രേക്ഷകരിൽ എത്തിച്ച പൃഥ്വിരാജ് ലോക തോൽവിയായ പാൻ ഇന്ത്യൻ സംവിധായകനായി. ഈ സിനിമ കണ്ട മല്ലിക കരഞ്ഞുപോലും. മല്ലികയെ വല്ലാതെ കരയിച്ച ടച്ചിങ് ആയ ആ രംഗം എന്താണാവോ. ഇനി അതും സെൻസർ ബോർഡ് അരിഞ്ഞു കളയുമോ എന്തോ. സിനിമയ്ക്കെതിരെ നടത്തിയ നെഗറ്റീവ് പരാമർശത്തിന് ലോകത്താരെയും കൂസാത്ത മൈത്രയൻ വരെ മാപ്പ് പറഞ്ഞു. രാജുമോൻ്റെ സ്വപ്നത്തിനൊപ്പം ജീവിക്കുന്ന ഭാര്യ തരമറിഞ്ഞ് കളിക്കാൻ പറഞ്ഞുകൊണ്ട് ഭർത്താവിന് വേണ്ടി പോസ്റ്റ് ഇട്ട് സഹായിച്ചു. രാജുമോൻ്റെ വൈഭവം കേട്ട് തലമുതിർന്ന സംവിധായകരൊക്കെ തല കുനിച്ചിരുന്നു. ഈ രാജു വന്നതോടെയാണ് മോഹൻലാലിൻ്റെ ഉദയം എന്ന മട്ടിലായി കാര്യങ്ങൾ. പണ്ട് ആധാരമെഴുത്തുകാർ പ്രമാണത്തിൻ്റെ അടിയിൽ എഴുതുമായിരുന്ന ഒരു വാക്കുണ്ട്, ഇതിൽ വെട്ടുതിരുത്തില്ല, അല്ലെങ്കിൽ 3-ാം പേജിൽ 2-ാം വരിയിൽ തിരുത്തുണ്ട് എന്നും എഴുതി വയ്ക്കും. എന്നാൽ സിനിമയുടെ ആധാരമെഴുത്തുകാരൻ മുരളി ഗോപി ഒന്നും പറയുന്നില്ല. രാജു വെട്ടിയോ തിരുത്തിയോ ഒന്നും അറിയില്ല. 2 ദിവസം അർമാദിച്ച കമ്മികൾക്ക് മാത്രമാണ് ഈ സിനിമ കൊണ്ട് സന്തോഷമുണ്ടായത്. അരിച്ചിൽ തുടങ്ങിയതോടെ അവർക്കും നിരാശയായി. സിനിമ കണ്ടിറങ്ങിയ പിണറായി വിജയനോട് ആരും റിവ്യൂ ചോദിക്കാതിരുന്നതും കാര്യമായി. ആറാട്ടണ്ണൻ അവിടെയെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ പോയി ചോദിച്ചേനെ. സിനിമ കണ്ടിറങ്ങിയ പിണറായിക്കും ഒരു സന്തോഷമൊന്നും മുഖത്തില്ല. എമ്പൂരാനെ വീണ്ടും അരിയുന്നതിൻ്റെ ദുഃഖമാണോ, അതോ ഈ സിനിമയിലൂടെ സംഘികൾ വളർന്നു കളയുമോ എന്ന ഭയമാണോ? 5 സംഭാഷണവും തന്ന് അതിഥി താരത്തെ പോലെ തന്നെ കോട്ടിടിച്ച് നടത്തിച്ച് ഈ രാജുമോൻ എന്താണ് സിനിമയിൽ ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് മുൻകൂട്ടി അറിയാനുള്ള ത്രാണിയില്ലാത്ത ലാലേട്ടൻ മഹാനടനോ ഒരു മണ്ടച്ചാരോ? നന്ദി.